Hello students, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IoT മൊഡ്യൂൾ 1ലെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്രൈവേഴ്സ് ബിഹൈൻഡ് ന്യൂ നെറ്റ്വർക്ക് ആർക്കിടെക്ചേഴ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സിലബസിലൊക്കെ ഉള്ള ടോപ്പിക് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് IoT ആർക്കിടെക്ചറൽ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ IoT നെറ്റ്വർക്കിന്റെ ഡിസൈനിനെയും ഫങ്ഷണാലിറ്റിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സ് ആണ് IoT ആർക്കിടെക്ചറൽ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം IoT നെറ്റ്വർക്കിൻ്റെ അകത്ത് കുറേ ഡൈവേഴ്സ് ആയിട്ടുള്ള ഡിവൈസുകളും ഡാറ്റ ടെക്നോളജീസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന യുണീക്ക് ആയിട്ടുള്ള ചലഞ്ചസിനെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ IoT ആർക്കിടെക്ചറൽ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IoT ആർക്കിടെക്ചറൽ ഡ്രൈവേഴ്സ് ആരൊക്കെയാണ്? സ്കെയില്, സെക്യൂരിറ്റി, കൺസ്ട്രെയിൻഡ് ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്ക്സ്, ഡേറ്റ, ലെഗസി ഡിവൈസ് സപ്പോർട്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്കെയില്. നമ്മളൊരു ടിപ്പിക്കൽ IT നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് ഡിവൈസസ് ഉണ്ടാവും മാനേജ് ചെയ്യാൻ വേണ്ടി, ലൈക്ക് പ്രിന്റേഴ്സ്, മൊബൈൽ ഡിവൈസസ്, ലാപ്ടോപ്സ്, സെർവേഴ്സ്, ഇതെല്ലാം. ഇനി ഒരു IoT നെറ്റ്വർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്കെയിലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അവിടെ 1000 അല്ല മില്യൺസ് ഓഫ് എൻഡ് പോയിന്റ്സ് ആയിരിക്കും വരുന്നത്. ലൈക്ക് ഒരു IoT നെറ്റ്വർക്കിൻ്റെ അകത്ത് ആയിരക്കണക്കിന് സെൻസേഴ്സ് ഉണ്ടാവും, സ്മാർട്ട് ഡിവൈസസ് ഉണ്ടാവും, ആക്ച്വേറ്റേഴ്സ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഒരു IT എഞ്ചിനീയറിനെ സംബന്ധിച്ച് ഈ മില്യൺസ് ഓഫ് റൂട്ടബിൾ IP എൻഡ് പോയിന്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയും എക്സ്പെർട്ടൈസ് അവർക്കില്ല. അപ്പോൾ റിലയബിലിറ്റിയും ഡേറ്റ ഫ്ലോയും കണക്ടിവിറ്റിയും എല്ലാം എൻഷർ ചെയ്തുകൊണ്ട് ഒരു IoT നെറ്റ്വർക്കിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്കവിടെ പുതിയൊരു അപ്രോച്ചിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ അവിടെ മില്യൺസ് ഓഫ് കണക്റ്റഡ് സ്ട്രീറ്റ് ലൈറ്റ്സും ട്രാഫിക് സെൻസേഴ്സും എൻവയോൺമെൻറ്റൽ മോണിറ്റേഴ്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്കെയിലിനെയാണ്. അപ്പോൾ ഇത്രയാണ് സ്കെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്താണ് സെക്യൂരിറ്റി. ഒരു IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷനാണ് ഇൻട്രൂഷൻസിൽ നിന്നും തെഫ്റ്റിൽ നിന്നൊക്കെ കോർപ്പറേറ്റ് ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു IoT സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഇൻഡസ്ട്രിയൽ പ്രോട്ടോകോൾസിൻ്റെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻറ്റ് മെക്കാനിസം അവിടെ ആവശ്യമാണ്. അപ്പോൾ ആ മെക്കാനിസത്തിനകത്ത് എന്തൊക്കെ വേണം? ഒതൻറ്റിക്കേഷൻ, എൻക്രിപ്ഷൻ, ഇൻട്രൂഷൻ പ്രിവെൻഷൻ ടെക്നിക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എന്താണ് ഒതൻറ്റിക്കേഷൻ? അതായത് വെരിഫൈഡ് ആയിട്ടുള്ള യൂസർ ആണോ ആ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുപോലെ എൻക്രിപ്ഷൻ, ഡേറ്റ എല്ലാം പ്രൊട്ടക്റ്റഡ് ആണോ. ദെൻ ഇൻട്രൂഷൻ, എന്തെങ്കിലും ഒരു അറ്റാക്കറോ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം IoT സിസ്റ്റം സെക്യൂരിറ്റീനെ കീപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി ഒരു ഒപ്റ്റിമം സെക്യൂരിറ്റി ഇവിടെ വേണമെങ്കിൽ എന്തൊക്കെ വേണം? 2 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു IoT സർവീസിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ എൻറ്റിറ്റീസും, അതിപ്പോൾ ഗേറ്റ് വേസ് ആണെങ്കിലും എൻഡ് പോയിന്റ് ഡിവൈസസ് ആണെങ്കിലും ഹോം നെറ്റ്വർക്ക്സ് ആണെങ്കിലും ആരാണെങ്കിലും അവരെ ഐഡന്റിഫൈ ചെയ്ത് ഒതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കണം, വെരിഫൈ ചെയ്തിരിക്കണം. ഇവർ കറക്റ്റ് യൂസർ ആണോ ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് എൻഷുർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു യൂസർ ഡാറ്റ നമ്മൾ ഈ പറയുന്ന എൻഡ് പോയിന്റ് ഡിവൈസിൽ നിന്ന് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം ആ ഡാറ്റ എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അവർക്ക് രണ്ടുപേർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ആ ഡാറ്റനെ റെഡിയാക്കിയിരിക്കുന്നത്. പുറത്തുനിന്നൊരു അറ്റാക്കർക്ക് അത് മനസ്സിലാവാത്ത രീതിയിൽ എൻക്രിപ്റ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് കൺസ്ട്രെയിൻഡ് ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്ക്സ്. നമ്മളൊരു IoT സെൻസർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത് വളരെ ചെറുതാണ്, അതുപോലെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു 2 ഫീച്ചേഴ്സ് അതിന് വരുന്നത്? ബിക്കോസ് അത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസും യൂസ് ചെയ്താൽ മതി. ലൈക്ക് പവർ ആണെങ്കിലും CPU, മെമ്മറി, ഇതെല്ലാം വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഈ സെൻസേഴ്സ് എല്ലാം ക്രിട്ടിക്കൽ ഇവൻസിൽ മാത്രമേ ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റിസോഴ്സിന്റെ യൂസേജ് അവിടെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഒരു IT നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു വിർച്വൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് ഒരുപാട് ഡിവൈസുകളെ കൊടുത്ത് ഓവർലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പുതിയൊരു VLAN ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എഫിഷ്യൻ്റ്ലി സ്കെയിൽ ചെയ്യാൻ പറ്റും, പെർഫോമൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ IoT നെറ്റ്വർക്കിന് ഈ പറയുന്ന കൺസ്ട്രെയിൻഡ് ഡിവൈസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയും അതിനൊപ്പം സ്കെയിലബിലിറ്റിയും പെർഫോമൻസും ഒക്കെ ബെറ്റർ ആയിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയും ഒരു സ്പെഷ്യലൈസ്ഡ് സൊല്യൂഷനെ ആവശ്യമുണ്ട്. അടുത്തത് ഡേറ്റ. നമ്മളൊരു ബിസിനസ്സിൻ്റെ അകത്തേക്ക് IoT ഡിവൈസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും വരുന്നത്? പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സർവീസുകളെ അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും, കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, പിന്നെ പുതിയ റവന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പല ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IoT ഡിവൈസ് അവിടെ യൂസ് ചെയ്യുമ്പം IoT ഡിവൈസ് അതുപോലെ തന്നെ മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് പൊതുവെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും.
അൺസ്ട്രക്ചേർഡ് ഡാറ്റനെ ചാറ്റി ഡാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ IT സിസ്റ്റം ഉണ്ടല്ലോ, ഈ അൺസ്ട്രക്ചേർഡ് അതായത് ചാറ്റി ഡാറ്റനെ ഇറിലവൻ്റ് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യും. അതായത് ഇതിന് വലിയ റെലവൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് ഓവർലുക്ക് ചെയ്ത് വിടും. പക്ഷേ ഒരു IoT ആപ്ലിക്കേഷനെ സംബന്ധിച്ച് എല്ലാ ഡാറ്റയും അത് ജനറേറ്റ് ചെയ്യുന്ന എന്ത് ഡാറ്റയാണെങ്കിലും അത് അതിനൊരു സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റിക്കകത്ത് ആയിരക്കണക്കിന് സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒരു ഡാറ്റനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്താണ്, അവരെ സംബന്ധിച്ച് അത് വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്, എന്ത് ഡാറ്റയാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റയെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ അവിടെ ഒരു ചലഞ്ച് വരുന്നുണ്ട്. സോ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക് സ്റ്റോറേജ് സൊല്യൂഷൻസ് ആവശ്യമുണ്ട് ടു ഡിറൈവ് ആക്ഷനബിൾ ഇൻസൈറ്റ്സ്. നെക്സ്റ്റ് വൺ ഇസ് ലെഗസി ഡിവൈസ് സപ്പോർട്ട്. ഇപ്പോൾ ലെഗസി ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഡിവൈസ്, അപ്പോൾ കുറച്ചും കൂടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഡിവൈസുകളെയാണ് ലെഗസി ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു IT ഓർഗനൈസേഷനെ സംബന്ധിച്ച് ലെഗസി ഡിവൈസുകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന വലിയ പ്രോബ്ലം ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഔട്ട്ഡേറ്റഡ് കമ്പ്യൂട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അവർക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ മതി, എളുപ്പം തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം സപ്പോസ് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വൈഫൈ സ്റ്റാൻഡേർഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ഡിവൈസസ് ആണെന്ന് വിചാരിക്കുക. ഒരു മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിനെ ഡിനേ ചെയ്ത് അങ്ങ് കളയാൻ പറ്റും. അപ്പോൾ യൂസേഴ്സിന് എന്ത് ചെയ്യാം, വേറെ വഴിയില്ല, മൊബൈൽ ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്യാതെ അവർക്ക് വേറെ വഴിയില്ലാതെ വരും. അപ്പോൾ അതിനെ എൻകറേജ്, അപ്പം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി യൂസറിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് നെറ്റ്വർക്ക് ആക്സസ് അങ്ങ് ഡിനേ ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷേ IoTക്കകത്ത് ഈ ലെഗസി ഡിവൈസ് യുണീക്ക് ആയിട്ടുള്ള ഒരു ചലഞ്ചിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡിവൈസസ് ഒക്കെ ഒത്തിരി പഴയ ഡിവൈസ് ആണെങ്കിൽ IT കണക്ടിവിറ്റിനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ നമ്മളൊരു IoT നെറ്റ്വർക്കിലേക്ക് ലെഗസി എൻഡ് പോയിന്റ്, അതായത് ഒരു പഴയ ഡിവൈസിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ 2 സൊല്യൂഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പഴയ ഡിവൈസുകളെയും പുതിയ ഡിവൈസുകളുടെയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രോട്ടോകോൾ ട്രാൻസ്ലേഷനെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് സൊല്യൂഷൻ ഇസ് ഇൻ്റർമീഡിയറ്ററീസ് ആയിട്ട് നമ്മൾ ഗേറ്റ് വേ ഡിവൈസുകളെ യൂട്ടിലൈസ് ചെയ്യും. അതായത് ഈ പഴയ ലെഗസി സിസ്റ്റവും മോഡേൺ IoT നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഇടയിൽ ഒരു ഗേറ്റ് വേ ഡിവൈസിനെ കൊടുക്കും. അപ്പോൾ പഴയ സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിന് ഇടയിലേക്ക് ഒരു ഗേറ്റ് വേ കൊടുക്കുമ്പോൾ അവർ വഴി ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യുകയും കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുകയും നടന്നോളും. അപ്പോൾ നമുക്കൊരു സീംലെസ് ആയിട്ടുള്ള IoT ഡിപ്ലോയ്മെൻറ്റ് വേണമെങ്കിൽ അവിടെ ലെഗസി ഡിവൈസുമായിട്ട് കമ്പാറ്റബിലിറ്റി കണക്ടിവിറ്റി ഒക്കെ എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ 5 IoT ആർക്കിടെക്ചറൽ ഡ്രൈവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മില്യൺസ് ഓഫ് ഡിവൈസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നെറ്റ്വർക്കിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, സെക്യൂരിറ്റി കൊടുക്കണം, അതുപോലെ കൺസ്ട്രെയിൻ ഡിവൈസുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം, ഡേറ്റ ദെൻ ലെഗസി സപ്പോർട്ട്. അപ്പോൾ IoT ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അത് ഫ്ലെക്സിബിൾ, സ്കെയിലബിൾ, സെക്യൂർ ആവണമെങ്കിൽ ഈ ചലഞ്ചസിനെ എല്ലാം അത് മീറ്റ് ചെയ്തിരിക്കണം, എല്ലാത്തിനും സോൾവ് ചെയ്യാൻ പറ്റണം അതിനെ കൊണ്ട്. അപ്പോൾ സ്റ്റുഡൻസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് കൊടുക്കുക. ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ട്സ് വേണ്ടവർ എനിക്കൊരു മെയിൽ അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം. താങ്ക് യു വൺസ് അഗെയിൻ, ബൈ ബൈ.